എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാറിന് ആൾട്ടോ 800 അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ അന്ന് ചെയ്യാൻ പോണത്. ഇതാണ് കേട്ടോ വണ്ടിൻ്റെ കീ. നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി കുറച്ച് ബാക്കിലിട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഞാൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കുള്ളൂ. കാരണം ആ എൻജിനൊന്ന് വാമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം നിർത്തിയിടലുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെയാണോ എടുക്കുകയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കാറ് ആൾട്ടോ 800. സാധാരണക്കാര വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോണത്. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഓക്കെ, ഇതൊരു 2021 മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ AC വെൻറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 2021 ആ മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മീറ്ററൊന്നും അധികം വലിയ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. സാധാരണ ഒരു അനലോഗ് മീറ്റർ, അതേപോലെ ട്രിപ്പിൻ്റെ കിലോമീറ്ററിൻ്റെ എത്ര കിലോമീറ്റർ അറിയാനുള്ളൊരു സംഗതികളേ ഉള്ളൂ. നമുക്ക് നോർമലായിട്ട് തോന്നുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊരു LHI പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളൊന്നും തരൂല. നമ്മളിത് പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ പാട്ടിന് നമ്മൾ പുറത്തുനിന്ന് ചെയ്താണ്. LHI എന്ന് പറഞ്ഞ് വേരിയൻറ്റിന് VHIയിൽ എല്ലാ ഓപ്ഷനും കൊടുക്കുന്നുമുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ സ്പേസ് ഇതാണ്. അത്ര വലിയ കംഫർട്ടിലല്ല. ഫ്രണ്ടത്തെ സീറ്റിൻ്റെ ബാക്കിൽ നമ്മളെ മുട്ട് തട്ടും. അത്ര വലിയ സ്പേസ് ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2018 മോഡലിലൊക്കെ കുറച്ചും കൂടെ 2021 സ്പേസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നിയത് ആൾട്ടോ 800-ന്. കുഴപ്പമില്ലാത്തൊരു ഡിക്കി സ്പേസും നമുക്ക് ഉണ്ട് കേട്ടോ. അതായത് നല്ല ലഗേജ് കൊള്ളൂലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ സാധനം വെക്കാനുള്ള സ്പേസ് നമുക്കുണ്ട്. എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 796 cc വരുന്ന 3 സിലിണ്ടർ എൻജിനാണ്. 47 HP ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. കമ്പനി നമുക്കൊരു 22 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു 15-16, എനിക്ക് 15-16 ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതാണ് എൻജിനെ പറ്റി പറയാനുള്ളത്. ഒരു 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വണ്ടി ഫസ്റ്റിലൊക്കെ ഇട്ടുമ്പോൾ ഭയങ്കര കുത്തലാണ്. AC ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റിലേക്കൊക്കെ ഇട്ട് നമ്മൾ നിർത്തുമ്പോൾ ഭയങ്കര കുത്തൽ ഫീൽ ചെയ്യും. പിന്നെ അധികം പവർ, സാധാരണക്കാര വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 4.5 ലക്ഷമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഭയങ്കര ലിനിയർ ആയിട്ടുള്ള പതുക്കെ ഉള്ളൊരു പവറാണ്. മാരക പവറൊന്നുമല്ല, പക്ഷെ എന്നാലും വണ്ടി നല്ല രസമാണ് ഓടിക്കാൻ. 4 വർഷം കൊണ്ട് ഞാൻ ഓടിയത് 62,256 കിലോമീറ്ററാണ്. സർവീസൊന്നും കുഴപ്പമില്ല. പക്ഷേ ചില സർവീസ് ചെയ്യുമ്പോൾ ഇതെന്താ എത്ര ബില്ല് എന്നൊക്കെ എനിക്ക് തോന്നിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇതൊരു നല്ല അടിച്ചു പിന്നി പോകാൻ പറ്റിയ വണ്ടിയൊന്നുമല്ല. ഇതിൻ്റെ ഒരു സേഫ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് ഒരു 90-100. അതിൻ്റെ മേലേക്ക് ഈ വണ്ടി തീരെ സ്റ്റേബിളല്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഇതിൻ്റെ സ്റ്റേബിളല്ല. പിന്നെ അത്രയും CC അല്ലേ ഉള്ളൂ, നമുക്കിപ്പോൾ പറത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെ പോയാൽ മതി. ഭയങ്കര രസമാണ് ഇത് ഓടിക്കാൻ. 4 വർഷം കൊണ്ട് ഞാൻ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 62,256 കിലോമീറ്ററാണ്. സ്റ്റെയറിംഗ് ഒക്കെ ഭയങ്കര കുറച്ച് ഹാർഡാണ്. നമ്മളെ സ്വിഫ്റ്റിനെ പോലൊന്നും അത്ര സ്മൂത്തല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റെയറിംഗ് ആണ്. അത് കുഴപ്പമൊന്നുമില്ല, രസമാണ് എന്നാലും ഓടിക്കാൻ. പിന്നെ ഒരു 5 സ്പീഡ് മാനുവലാണ് വരുന്നത്. AC-ൻ്റെ കാര്യങ്ങളൊക്കെ 2021 കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഈ സ്വിച്ച് ബട്ടണും കാര്യങ്ങളൊക്കെ. പിന്നെ അത് അവിടെ കുറച്ച് പെയിൻ്റൊക്കെ പോയിന്. അത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആൾട്ടോനെ പറ്റി പറയാനുള്ളത്. വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അന്ന് 4.25 ലക്ഷമായിരുന്നു. പിന്നെ സിൽക്കി സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണിത്. എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീറ്റൊക്കെ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കിലത്തെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓടിക്കുന്ന ആൾക്കും കോ ഡ്രൈവറിനും യാത്രക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കിലത്തെ ആൾക്കാർക്ക് കാലിൻ്റെ ഒരു സ്പേസിൻ്റെ ഒരു കുറച്ച് കുറവ് ഈ ഒരു മോഡലിൽ വന്നിട്ട് ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക.
ഞാൻ ഈ വീഡിയോ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വണ്ടികൾ കൊണ്ടുവന്ന് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും ബൈ.